കഴുകുള്ളൂ. ഉം. പക്ഷെ ഒന്ന് ചില ഒന്നെനിക്ക് പേഴ്സണലി പ്രദീപ് സാറിന്റെ അടുത്തൊന്ന് ഒരു ചെവിയുടെ ഇൻഫെക്ഷൻ ഉണ്ടോ ചെവിന്റെ പുറത്ത്? അങ്ങനത്തെ ഒരു ഇടങ്ങാറുമില്ല. പക്ഷെ നീരൊക്കെ ഉള്ളതെന്ന് എനിക്ക് നല്ല മനസ്സിലാണ്. രണ്ട് സൈഡും തടിപ്പുണ്ട്. ഓക്കെ ഓക്കെ, ഒന്ന് എന്നെ പേഴ്സണലി ഒന്ന് കോണ്ടാക്ട് ചെയ്യാവോ? ഞാൻ പറഞ്ഞുതരാം. ആയിക്കോട്ടെ ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഓക്കെ ഓക്കെ, ഓക്കെ. താങ്ക് യു. പ്രമോദ് സാർ പറയൂ. പ്രമോദ് സാർ അങ്ങോട്ട് പറയൂ. കേൾക്കുന്നുണ്ടോ? കേൾക്കാം. പിന്നെ നമ്മളിങ്ങനെ ഈ ഭക്ഷണം കഴിക്കുമ്പോ ഉണ്ടാവാറുണ്ട്. അതെങ്ങനെ വെച്ച് കഴിഞ്ഞാല് നമ്മളിങ്ങനെ വായ ഇങ്ങനെ ഈ കോട്ടുവായൊക്കെ ഇടുമ്പോ ഇങ്ങനെ ഒരു സൈഡ് കവിളുടെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒരു ചെറിയൊരു പൊട്ടല് പോലെ സൗണ്ട് വരുന്നുണ്ട്. ഇത് കുറച്ചായിട്ടുണ്ട്. വായ്പുണ്ണുണ്ടോ? വായ്പുണ്ണ് ഇടയ്ക്ക് വരാറുണ്ട്. കവിളിന്റെ അവിടെ പൊട്ടുന്ന പോലെ. ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്നത്, പിന്നെ പച്ചക്കറികൾ കഴിക്കുന്നത് കുറവാണോ? അല്ല, കഴിക്കാറൊക്കെ ഉണ്ട്. കഴിക്കാറുണ്ടോ? മൾട്ടിവിറ്റമിന്റെ ഒരു ടാബ്ലറ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. കുറച്ച് വിറ്റാമിൻ ഡെഫിഷ്യൻസിന്റെ എന്തെങ്കിലും മൾട്ടിവിറ്റാമിൻ ടാബ്ലറ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷെ ഈ കവിളിന്റെ അവിടെ നിന്ന് പൊട്ടൽ സൗണ്ട് വരുന്നത് അതേ ചോദിച്ചത്. പൊട്ടുന്ന സൗണ്ടോ? അതാണ് സൗണ്ടിന്റെ കാര്യം പറഞ്ഞത്. ഇപ്പം വായ്പുണ്ണ് ഇപ്പൊ വരാറില്ല. അത് ഇടയ്ക്കുണ്ട് വരാറുണ്ട്. ഓക്കെ. അധികം സ്പൈസി ആയിട്ടുള്ള കാര്യങ്ങൾ പൊട്ടുന്ന സൗണ്ട് എങ്ങനെ വരുന്നതെന്ന് എനിക്ക് എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴാണ് വരുന്നത്? ഭക്ഷണം കഴിക്കുമ്പോഴല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ പറഞ്ഞാലേ നമ്മൾ കുറെ നേരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു സ്റ്റക്ക് ആവുന്ന പോലെ ചില സമയത്ത് വരാറുണ്ട്. ഈ ജോന്റെ ഒരു ഇതുണ്ട്, നമ്മള് ജോ സ്റ്റക്ക് ആവുന്ന ഒരു അസുഖമുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് അറിയില്ല, അതേ ചോദിക്കാൻ കാരണം. എനിക്ക് ഇങ്ങനെ കുറച്ചായി ഫീൽ ചെയ്യണം. ഓക്കെ. ട്രീറ്റ് ചെയ്യുന്നുണ്ടോ? കൺസൾട്ട് ചെയ്തിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ജോ ലോക്ക് ആവുന്ന ഒരു ഡിസീസ് ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചില സൗണ്ടുകൾ ഉണ്ടാവാറുണ്ട്. ചിലർക്ക് അതിങ്ങനെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇളകി പോരൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മള് എന്താണ് ഇടതു ഭാഗത്താണ് കാണിക്കുന്നത്. അത് ചെറിയ രീതിയിൽ അങ്ങനെ ചിലർക്ക് ഉണ്ടാവാറുണ്ട്. അത് വലിയ പേടിക്കാനൊന്നുമില്ല. അതൊരു നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതേ ഉള്ളൂ. പക്ഷെ അത് നേരിട്ട് വന്നിട്ട് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു ചെറിയ ഉണ്ട്. അത് എവിടെയെങ്കിലും അടുത്തുള്ള അവിടെ കാണിച്ചാൽ മതി. അങ്ങനെ ജോ ലോക്ക് ആവുന്ന ഒരു രീതിയിലുള്ള ഒരു അസുഖമുണ്ട്. അപ്പൊ നമുക്ക് അത് നേരിട്ട് പോയി കാണിച്ചാൽ മതി. ആരെ കൺസൾട്ട് ചെയ്യേണ്ടി വരും? സാധാരണ ഏത് ഡോക്ടറെ കൺസൾട്ട് ചെയ്താലും കുഴപ്പമില്ല. സാധാരണ ഒരു ജനറൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്താൽ മതി. ഓക്കെ. ഞാൻ വിചാരിച്ചു ദന്ത ഡോക്ടറായിട്ടാണോ ദന്ത ഡോക്ടറിന്റെ അടുത്ത് പോകണമെന്നില്ല. ദന്ത ഡോക്ടറിന്റെ അടുത്ത് അവർക്കും ചെയ്യാൻ പറ്റും, അവർക്കും ചെയ്യാൻ പറ്റുന്നതാണിത്. അതെ അല്ലേ? അതെ. ഓക്കെ. ശരി. പ്രമീള ചേച്ചി പറയും. മ്യൂട്ട് ചെയ്തിട്ടുള്ളത്, അൺമ്യൂട്ട് ചെയ്യും. ഓക്കെ. ഞാൻ യോഗയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോ ഇപ്പോഴും എനിക്ക് നടുവിനൊരു ചെറിയ പ്രശ്നം വന്നിട്ട് ആയുർവേദം തന്നെയാണ് കാണിച്ചത്. 10 ദിവസത്തേക്ക് മെഡിസിൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ സമയം യോഗാസനങ്ങളൊന്നും ചെയ്യണ്ടെന്ന് എന്നോട് പറഞ്ഞത്. അപ്പോ നമുക്ക് മെഡിറ്റേഷനും പ്രാണായാമം ഒക്കെ ചെയ്തൂടെ? മെഡിറ്റേഷനും പ്രാണായാമം ഒക്കെ ചെയ്യാം. ഒരു സപ്പോർട്ട് കൊടുത്താൽ മതി. ബാക്കിൽ അധികം പ്രഷർ വരണ്ട. ആസനങ്ങളൊന്നും ചെയ്യണ്ട, 10 ദിവസത്തേക്കൊന്നും ചെയ്യണ്ട, ആസനങ്ങള് ചെയ്യണ്ട. ഇപ്പൊ സപ്പോർട്ട് കൊടുത്തിട്ട് മെഡിറ്റേഷനും കാര്യങ്ങളും ചെയ്യാം. പിന്നെ കുറേ സമയം ഒരേ രീതിയിൽ ഇരിക്കണ്ട. ഒരു ബ്രേക്ക് കൊടുത്തിട്ട് ചെയ്താൽ മതി. സാനു ചേട്ടൻ പറയും. ഞാൻ സങ്കീർത്തനാണ്. ഓക്കെ. മാം, എനിക്ക് ഭയങ്കരമായിട്ട് ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട്. ഈറ്റിംഗ് ഡിസോർഡറോ? ഈറ്റിംഗ് ഡിസോർഡർ. എനിക്ക് എപ്പോഴും ഷുഗർ കഴിക്കാൻ തോന്നും. അത് ഇപ്പൊ വയറ് വല്ലാതെ ഇറിറ്റേറ്റഡ് ആയിട്ട്. എത്ര വയസ്സുണ്ട്? എനിക്ക് 22. 22 വയസ്സ്. എന്താ മെലിഞ്ഞിട്ടാണോ? ഭയങ്കര മെലിഞ്ഞിട്ടാണോ? അല്ല, ഷുഗർ കഴിക്കുന്നോണ്ട് തന്നെ ഇപ്പൊ തടിച്ചു വന്നു. നല്ലോണം തടിച്ചിട്ടുണ്ട്. എത്ര ഷുഗർ കഴിക്കും ഒരു ദിവസം? എന്ന് വെച്ചാ എനിക്ക് ഇടക്കിടക്ക് കഴിക്കണം ഉണ്ടാവും. അപ്പൊ ഇടക്കിടക്ക് ഓർഡർ ചെയ്ത് വാങ്ങും.
ഓർഡർ ചെയ്ത് വാങ്ങി നിന്ന് പറഞ്ഞത് കേട്ടില്ലേ? ഇനി ഷുഗർ കഴിക്കുന്നത് തീരെ നമ്മുടെ ശരീരത്തിന്, പ്രത്യേകിച്ച് 22 വയസ്സൊക്കെ ഉള്ള ആൾക്കാരൊന്നും ഷുഗർ അധികം കഴിക്കരുത്. സ്കിന്നും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മോശമാവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ക്രേവിങ് വരുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് അതിന് പകരമായി എന്ത് കഴിക്കാൻ പറ്റുന്ന ആ ഒരു സമയത്ത് ആലോചിക്കാം. ഇപ്പം കൂടുതലായിട്ട് ഷുഗർ കഴിച്ചാൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്നുണ്ടോ? ഉണ്ട്. എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുക. എനിക്കൊന്ന് കഴിക്കണം തോന്നും. ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ഒന്ന് മാക്സിമം ഞാൻ ചെയ്യാവോ? ശ്രമിക്കും കഴിക്കാൻ വേണ്ടി. ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ ഒന്നൊന്ന് ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ചെയ്തിട്ട് ഒന്ന് ഷുഗർ ലെവൽ ഒന്ന് നോക്കിക്കളാം. നമുക്ക് ഫാസ്റ്റിംഗിൽ ഒന്ന് നോക്കാം. എന്റെ FBS ഒക്കെ ഇറഗുലർ ലൈഫ് സ്റ്റൈലാ. അപ്പൊ വയറ് വല്ലാണ്ട് എന്താ പറയാ, നമ്മള് ഭയങ്കര ഇറിറ്റേറ്റഡ് ആ. ഫുഡും ഉറക്കം ഇതൊക്കെ ഒരു ഡിസിപ്ലിൻ ആക്കി കഴിഞ്ഞാൽ പല മാറ്റങ്ങളും ഉണ്ടാവും. എന്ന് വെച്ചാൽ പഠിക്കുന്നതായിക്കോട്ടെ എല്ലാത്തിനും നല്ലത് ഒരു ഡിസിപ്ലിൻ ആയിട്ട് 3 നേരം ഫുഡ് കഴിക്കുക, ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കുക, മാക്സിമം വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക. ഇപ്പം ഷുഗറിന്റെ ക്രേവിങ്സ് വരുമ്പോൾ തന്നെ നമുക്ക് വേറെ എന്തെങ്കിലും ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമുക്ക് വേറെ എന്താ ആപ്പിളോ അങ്ങനത്തെ എന്താ ഫ്രൂട്ട്സോ ക്യാരറ്റോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചിട്ട് മാറുന്നുണ്ടോ എന്ന് നോക്കാം. പെട്ടെന്ന് നമ്മൾ ഓർഡർ ചെയ്ത് ഒരു ബർഗർ ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യുന്നതിന് പകരം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആവുന്നില്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കണം, ഒരു FBS എടുത്ത് നോക്കണം, ഫാസ്റ്റിംഗിൽ ഒന്ന് എടുത്ത് നോക്കുക. നമുക്ക് ചിലപ്പം ചെറിയ 22 വയസ്സാകുമ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നമ്മൾ മൈൻഡിനെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. മെന്റലി നമുക്ക് ഭയങ്കര ക്രേവിങ് ആയിരിക്കും, എനിക്ക് അത് വേണം എന്നുള്ളത്. പക്ഷെ മനസ്സിന്റെ ഒരു നിയന്ത്രണം വന്നു കഴിഞ്ഞാൽ മാറിക്കോളും. ഇപ്പം ഇനിയിപ്പോ ക്രേവിങ് വരുന്ന സമയത്ത് ഒന്നുകിൽ വെള്ളം കുടിക്കുക, എനിക്ക് കഴിക്കണം, ഒന്ന് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ അതിന് പകരം ഈ ഷുഗറിന് പകരം നമുക്ക് ഒരു ക്യാരറ്റ് എടുത്ത് കഴിക്കാം, അല്ലെങ്കിൽ വേറെ കക്കിരി എന്തെങ്കിലും കഴിക്കാം. അങ്ങനത്തെ വേറെ എന്തെങ്കിലും ആപ്പിൾ എന്തെങ്കിലും വാങ്ങിച്ച് വെക്കുക, ഫ്രൂട്ട്സ് എന്തെങ്കിലും അതിന് പകരം കഴിക്കാനായിട്ട് നോക്കുക. ആ ഒരു സമയം അത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പം ബോഡി ഓക്കെ ആയിക്കോളും. പെട്ടെന്ന് ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഒരു ഇത് മാറ്റുക. പിന്നെ ഒന്നാമത് സൗന്ദര്യം നിലനിർത്താൻ പറ്റില്ല, പെൺകുട്ടിയായോണ്ട് പറയാണ്. പിന്നെ ഒന്ന് നമ്മൾ പെട്ടെന്ന് പിമ്പിൾസ്, ഹെയർ ഫോള് ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചാൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. വല്ലപ്പോഴൊക്കെ കഴിക്കാം, ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോകുമ്പോൾ ഒക്കെ കഴിക്കാം, അതൊന്നും കുഴപ്പമില്ല. എന്ന് വെച്ചിട്ട് സ്ഥിരമായിട്ട് നമ്മളിങ്ങനെ ഓർഡർ ചെയ്ത് കഴിക്കുന്നത് നമ്മളെ ബോഡിക്ക് നല്ലതല്ല. പിന്നെ PCOD പോലത്തെ അസുഖങ്ങൾ പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പുറത്തുനിന്ന് സ്ഥിരമായി ഭക്ഷണം കഴിക്കുന്നവർക്ക് PCOD, PCOS അങ്ങനത്തെ കാര്യങ്ങൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഭാവിയിൽ ഇൻഫെർട്ടിലിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഇത് എന്തായാലും ഈ ഒരു ഹാബിറ്റ് നിർത്തണം. ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട്. പറ്റുന്നില്ലെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കുക. ഓക്കെ ആണെങ്കിൽ പിന്നെ അത് മൈൻഡിന്റെ പ്രശ്നമാണ് കംപ്ലീറ്റ്ലി. ബ്ലഡിലൊന്നും ഇല്ല, മൈൻഡിന്റെ പ്രശ്നമാണ് കംപ്ലീറ്റ്ലി. അപ്പൊ മൈൻഡിൽ നിയന്ത്രണം കൊണ്ടുവരണേ പറ്റൂ. ഓക്കെ, ബ്ലഡ് ടെസ്റ്റ് എടുത്താൽ മാം? ബ്ലഡ് ടെസ്റ്റിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും കാണുന്നില്ല. അപ്പം ഞാൻ മിക്കവാറും സ്ട്രെസ് ഈറ്റർ ആണ്. അപ്പൊ മൈൻഡിൽ നിയന്ത്രിക്കണം. പിന്നെ എന്താ, ടൈംലി ഫുഡ് കഴിച്ചാൽ തന്നെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ തോന്നൂല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കറക്റ്റ് കഴിക്കുവോ? അത് പ്രശ്നമാണ്. രാവിലെ അത് ഏതെങ്കിലും ടൈമിലായിരിക്കും കഴിക്കുക. ടൈംലി ഫുഡ് കഴിക്കണം. ടൈംലി ഫുഡ് കഴിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ചിലപ്പം ചിലർ വെറുതെ തടി വെക്കും. അതൊക്കെ ടൈംലി ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണ്. കറക്റ്റ് ഒരു 3 ടൈമിലായി ഫുഡ് കഴിക്കുക. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക, അല്ലെ വെജിറ്റബിൾസ് മാത്രം കഴിക്കുക, വെള്ളം കുടിക്കുക. അതിന്റെ ഇൻ ബിറ്റ്വീന് പോയിട്ട് ബർഗർ അങ്ങനത്തെ ഒന്നും വാങ്ങിച്ച് കഴിക്കരുത്. അത് നമുക്ക് നല്ലതേ അല്ല. പ്രത്യേകിച്ച് സ്ത്രീകൾ ആരും അങ്ങനത്തെ, സ്ത്രീകൾ നല്ല പുരുഷന്മാരാണെങ്കിലും കഴിക്കരുത്. PCOD കാര്യങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് പെൺകുട്ടികൾ തീരെ കഴിക്കാത്തതാണ് നല്ലത്. മാം എന്തെങ്കിലും യോഗാസനം അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ഈ യോഗാസനം ചെയ്താൽ പിന്നെ നിനക്ക് വിശക്കും, കുറച്ചും കൂടെ വിശക്കും. എനിക്ക് PCOD ഉണ്ട്. PCOD ഉണ്ടോ? PCOD വന്നിട്ടില്ലെങ്കിലാണ് ഇങ്ങനത്തെ ഇറഗുലർ ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ടുള്ള ലൈഫ് ഉണ്ടാക്കുക മാത്രമേ PCOD ഉള്ളവർക്ക് ഒരു ഇതായിട്ട്, അല്ലെങ്കിൽ മരുന്ന് കഴിക്കേണ്ടത് സ്ഥിരമായിട്ട്. വൺസ് നമ്മൾ മരുന്ന് കഴിച്ച് തുടങ്ങി കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കേണ്ടി വരും. അപ്പം PCOD ഉണ്ടെങ്കിൽ എക്സസൈസ് സ്ഥിരമായി ചെയ്യണം. നടക്കുക എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഫിസിക്കൽ എക്സസൈസ് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അങ്ങനൊന്നും ഉണ്ടാവാറില്ല. എന്തെങ്കിലും ചെയ്യണം. യോഗ ക്ലാസ്സിൽ ഇനിയിപ്പോ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. യോഗ ക്ലാസ്സിൽ ഓൺലൈൻ ആയിട്ടാണെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക, അല്ലെ അടുത്ത് ആരെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ചെയ്തോളൂ. യോഗ ചെയ്യണം സ്ഥിരമായിട്ട്. PCODക്ക് യോഗ വളരെ നല്ലതാണ്. PCODക്ക് മാത്രമായിട്ടുള്ള ക്ലിനിക്കൽ യോഗ ഉണ്ട്.
അത് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. PCODക്ക് ചില ആസനങ്ങളുണ്ട്, ചില പ്രാണായാമങ്ങളുണ്ട് PCODക്ക് മാത്രമായിട്ടുള്ളത്. അത് തന്നെ ചെയ്യണം, സ്ഥിരമായിട്ട് ചെയ്യണം. പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് നിന്നോളും. കുറച്ച് കാലം മൈൻഡിന് കുറച്ചും കൂടെ ഒരു പവറായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ കിട്ടും. കുറച്ച് മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. 18 വയസ്സ് മുതലേ നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പൊ 22 വയസ്സായി, ഇപ്പൊ തന്നെ ലേറ്റ് ആണ്. ഇപ്പൊ തന്നെ മെഡിറ്റേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം കുറച്ച് കൺട്രോൾ ഒക്കെ കിട്ടും. ഓക്കെ മാം, താങ്ക് യു. ശരി, അപ്പം നമുക്കെന്നാ വൈൻഡപ്പ് ചെയ്തോടാൻ. ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പ്രദീപ് സാറിനെ കോൺടാക്ട് ചെയ്താൽ മതി. സാറ് എന്നെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ടീമിൽ ആരെങ്കിലും കോൺടാക്ട് ചെയ്താലും മതി. നമുക്ക് അതിനുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു തരാനായിട്ട് പറ്റും. അപ്പം ബാക്കി കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സാറിന്റെ അടുത്ത് ചോദിക്കാം. നമുക്ക് 3 days ക്ലാസ്സസ് ഉണ്ട് യോഗേന്റെ. അപ്പം അത് പറ്റുന്നവരെ ജോയിൻ ചെയ്യാം. ഓൺലൈൻ ആണ്. ആയതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു ബുദ്ധിമുട്ട് ഉള്ളവർ ജോയിൻ ചെയ്യണ്ട. പക്ഷെ ഓൺലൈനായിട്ട് 5:30 രാവിലെയാണ് യോഗ മെയിൻലി ചെയ്യുന്നത്. ഒരു ബാച്ച് മാത്രമേ ഇപ്പൊ ചെയ്യുന്നുള്ളൂ. 5:30 എഴുന്നേൽക്കുന്ന ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം. 5:30 to 6:30 ആയിരിക്കും. നല്ല കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. അത്യാവശ്യം നല്ല രീതിയിലാണ് സ്ട്രെച്ചസും കാര്യങ്ങളും ചെയ്യുന്നത്. കാരണം ബോഡിക്ക് മാറ്റം ഉണ്ടാവണമെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യണം. അപ്പം ആവശ്യമുള്ളവര് സാറിന്റെ അടുത്ത് ചോദിക്കാം, ജോയിൻ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ അടുത്ത ചൊവ്വാഴ്ച നമുക്ക് വേറൊരു ടോപ്പിക് ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇന്ന് വന്ന എല്ലാവർക്കും നമ്മളുടെ ഒരു അനൗൺസ്മെന്റ് ചെയ്തോട്ടെ. നമ്മുടെ കോഴ്സ് വരുന്നുണ്ട് ലെവൽ 2 നെക്സ്റ്റ് വീക്ക്. അപ്പൊ ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ ഡീറ്റെയിൽസ് ഞാൻ തരാം. അതെ, സാറിന്റെ ഒരു ക്ലാസ്സും ലെവൽ 2 വരുന്നുണ്ട് അടുത്ത ആഴ്ചയാണ്. സാർ പ്രദീപ് സാറിന്റെ അടുത്ത് ഡീറ്റെയിൽസ് ചോദിച്ചാൽ മതി. അപ്പം അതിലും ജോയിൻ ചെയ്യാനുള്ള ആൾക്കാർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അതിന്റെ പേര് താങ്ക് യു. Thank you, ma'am. താങ്ക് യു മാം. താങ്ക് യു മാം.